ഹായ് എവ്രി വൺ, എല്ലാവർക്കും ഈ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഭരണഘടനയെ വളരെ സമഗ്രമായി ഡിസ്കസ് ചെയ്യുന്ന ഒരു കോഴ്സാണ്. ഈ കോഴ്സിന്റെ ആറാമത്തെ ഭാഗമാണിത്. ആറാമത്തെ ഭാഗം എന്ന് പറയുമ്പോൾ നമുക്കറിയാം മൂന്നാമത്തെ ടോപ്പിക്കിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു ടോപ്പിക്ക് അതിന്റെ 40 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, അടുത്ത ടോപ്പിക്ക് അതിന്റെ 40 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, അങ്ങനെ നമ്മൾ 3 ടോപ്പിക്കായി കവർ ചെയ്യുന്നു. പുതിയ സിലബസ് പ്രകാരം ഭരണഘടനയിൽ 10 ടോപ്പിക്കുകളാണ് നമുക്ക് ഡിഗ്രി ലെവൽ പ്രിലിംസിനാണെങ്കിലും LDC മെയിൻസിനാണെങ്കിലും പഠിക്കാനുള്ളത്. ആ 10 ടോപ്പിക്കുകളെയും നമ്മൾ വളരെ സമഗ്രമായി 10 ടോപ്പിക്കും അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ഈ ഒരു കോഴ്സിൽ ഡിസ്കസ് ചെയ്യും. ഈ ഒരു കോഴ്സിൽ ആകെ 20 അധ്യായമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ 6ാമത്തെ അധ്യായമാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ അധ്യായം കണ്ടവർക്കറിയാം ഭരണഘടനയുടെ മൗലിക അവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഭാഗം നമുക്കറിയാം ഭരണഘടനയുടെ ഏറ്റവും സുപ്രധാനമായ ഭാഗമാണ്. ഈ ഒരു ഭാഗത്തെ വളരെ വിശദമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ അധ്യായത്തിൽ ഡിസ്കസ് ചെയ്തു. മുമ്പത്തെ അധ്യായം കാണാത്തവർ നിർബന്ധമായി കാണണം. ആ അധ്യായം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ചോദ്യത്തിനും മാർക്ക് നഷ്ടപ്പെടില്ല. അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഈ അധ്യായത്തിൽ നമ്മൾ ടോപ്പിക്കല്ല, ആ അധ്യായം കണ്ടവർക്ക് വേണ്ടിയുള്ള ഒരു ടെസ്റ്റ് ആണ് ഈ അധ്യായം എന്ന് പറയുന്നത്. 40 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് മുൻ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ഭാഗവും ടച്ച് ചെയ്ത ചോദ്യങ്ങളാണ്. അപ്പൊ ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയണമെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ അധ്യായം കണ്ടിട്ടുണ്ടാവണം. ഈ 40 ചോദ്യം അറ്റൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷയിൽ ഈ ഭാഗത്തുള്ള മാർക്കിന് ആൻസർ ചെയ്യാനും സാധിക്കും. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമുക്കറിയാം മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് ഭരണഘടനയുടെ വിളക്ക്, അല്ലെ? ഭരണഘടനയുടെ വിളക്കാണ്, ആണിക്കല്ലാണ്. അതേപോലെ തന്നെ ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നു. അപ്പൊ ഈ ഒരു ഭരണഘടനയുമായി ബന്ധപ്പെട്ടുള്ള ഭരണഘടനയുടെ ഫണ്ടമെന്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത്? LDC 2017 ചോദ്യമാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത്? ചോദ്യങ്ങൾ ചിലപ്പോൾ ചിലതൊക്കെ ആവർത്തിക്കാം, കാരണം ആകെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളൂ. അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് PSC ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 24ാം അനുച്ഛേദമാണ്. ഭരണഘടനയുടെ 24ാമത്തെ അനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, തൊട്ടുകൂടായ്മ നിയമവിരുദ്ധവും ശിക്ഷാർഹവുമാണെന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പ് അനുസരിച്ചാണ്? ആലോചിച്ച് നോക്കൂ. നമ്മൾ കഴിഞ്ഞ ദിവസം അധ്യായം പഠിച്ചവർക്കറിയാം. തൊട്ടുകൂടായ്മ നിയമവിരുദ്ധവും ശിക്ഷാർഹവുമാക്കിയത് ഏത് ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പ് അനുസരിച്ചാണ്? 2014 ചോദ്യമാണ്. ഒരുപാട് തവണ ആവർത്തിച്ചിട്ടുണ്ട്. 2014 മാത്രമൊന്നല്ല, ഒട്ടനവധി തവണ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. ഇവിടെ ശരിയുത്തരം ഓപ്ഷൻ എ ആണ്, 17ാം വകുപ്പാണ്. മൂന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ മൗലിക അവകാശമല്ലാത്തത് ഏതാണ്? 2014 മറ്റൊരു ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ മൗലിക അവകാശമല്ലാത്തത് ഏതാണ്? സമത്വത്തിനുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, വോട്ടവകാശം. ഏതാ ശരിയുത്തരം? താഴെ പറയുന്നവയിൽ മൗലിക അവകാശമല്ലാത്തത് ഏത്? തീർച്ചയായിട്ടും വോട്ടവകാശം ഒരു മൗലിക അവകാശമല്ല, അതൊരു നിയമാവകാശമാണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയില് മൗലിക അവകാശത്തിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന് ചോദിച്ചിട്ട് 2013 ഒരു ചോദ്യമാണ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. 1 സമത്വത്തിനുള്ള അവകാശം, 2 വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, 3 സ്വത്തിനുള്ള അവകാശം, 4 മതസ്വാതന്ത്ര്യം. ഈ പറഞ്ഞിരിക്കുന്ന 4 എണ്ണത്തിൽ മൗലിക അവകാശത്തിൽപ്പെടാത്ത ഒരവകാശം ഏതാണ്? അത് സ്വത്തിനുള്ള അവകാശമാണ്. സ്വത്തിനുള്ള അവകാശം ഭരണഘടനയിലെ മൗലിക അവകാശത്തിൽ നിന്ന് പിന്നീട് നീക്കം ചെയ്യുകയാണ് ഉണ്ടായത്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ ഏതാണ്? 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ എ അനുച്ഛേദം 24, ഓപ്ഷൻ ബി അനുച്ഛേദം 21A, ഓപ്ഷൻ സി അനുച്ഛേദം 21, ഓപ്ഷൻ ഡി അനുച്ഛേദം 4A. ഇവിടെ ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്. അനുച്ഛേദം 21A എന്ത് പറയുന്നത്?
6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണം. 6ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് തൊട്ടുകൂടായ്മ ഇല്ലാതെയാക്കിയിരിക്കുന്നത്? ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങളോട്. ഓപ്ഷൻ എ ആർട്ടിക്കിൾ 22, ബി ആർട്ടിക്കിൾ 21, സി ആർട്ടിക്കിൾ 17, ഡി ആർട്ടിക്കിൾ 24. തീർച്ചയായിട്ടും ഓപ്ഷൻ സി ആണ്, ആർട്ടിക്കിൾ 17 ആണ്. 7ാമത്തെ ചോദ്യം, പൗരാവകാശങ്ങളിൽ പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരവുമായ അവകാശം ഏതാണ്? താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻ ഒന്ന് നോക്കിയേ. വോട്ടവകാശം, 2 സ്വത്തവകാശം, 3 സമത്വത്തിനുള്ള അവകാശം, 4 ജീവിക്കാനുള്ള അവകാശം. ഈ തന്നിരിക്കുന്നതിൽ പൗരാവകാശങ്ങളിൽ പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരവുമായ അവകാശം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലെ. ജീവിക്കാനുള്ള അവകാശമാണ് അടിസ്ഥാനപരമായ അവകാശം എന്ന് പറയുന്നത്. 8ാമത്തെ ചോദ്യം 2013 ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് മൈനോരിറ്റി എന്ന വാക്ക് പ്രത്യക്ഷപ്പെടുന്നത്? മൈനോരിറ്റി. ഓപ്ഷൻ എ ആർട്ടിക്കിൾ 25, ബി ആർട്ടിക്കിൾ 26, സി ആർട്ടിക്കിൾ 28, ഡി ആർട്ടിക്കിൾ 29. ഏതാ അവിടെ ശരി ഉത്തരം? മൈനോരിറ്റി. പ്രൊട്ടക്ഷൻ ഓഫ് മൈനോരിറ്റീസ് ഇൻട്രസ്റ്റസ് എന്ന് പറയുന്ന ഭാഗം പിന്നോക്ക വിഭാഗക്കാരുടെ താല്പര്യങ്ങൾ ഇൻട്രസ്റ്റുകളെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാ? ആർട്ടിക്കിൾ 29. 9 ഇന്ത്യൻ ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ പാർട്ട് 3 പ്രതിപാദിച്ചിരിക്കുന്നത്? മൗലിക അവകാശങ്ങൾ, ഇന്ത്യയിലെ പ്രദേശങ്ങൾ, പൗരത്വം, നിർദ്ദേശകത്വം. വളരെ എളുപ്പമുള്ള ഒരു വിഷയമാണ്. ഓപ്ഷൻ എ മൗലികാവകാശങ്ങളാണ്. 10ാമത്തെ ചോദ്യം, മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത്? മറ്റൊരു നിസ്സാരമായ ചോദ്യം. അംബേദ്കർ, ജവഹർലാൽ നെഹ്റു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, സർദാർ വല്ലഭായ് പട്ടേൽ. അദ്ദേഹത്തെ ശില്പി എന്ന് പറയാനുള്ള കാരണം നമുക്കറിയാം. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മൗലികാവകാശ കമ്മിറ്റിയുടെ നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഇദ്ദേഹമാണ്. കറാച്ചിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസിന്റെ മീറ്റിംഗ് നടന്നല്ലോ 1931. അതിനകത്ത് ഇദ്ദേഹമായിരുന്നു അധ്യക്ഷൻ. ഓപ്ഷൻ ഡി സർദാർ വല്ലഭായ് പട്ടേലാണ് ശരിയുത്തരം. 11ാമത്തെ ചോദ്യം, മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ ആരാണ്? സുപ്രീം കോടതി, രാഷ്ട്രപതി, പാർലമെന്റ്, ലോകസഭ. ലളിതമായ ചോദ്യമാണ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ തീർച്ചയായും സുപ്രീം കോടതിയാണ്. 12ാമത്തെ ചോദ്യം, അടിയന്തരാവസ്ഥക്കാലത്തും നിലനിൽക്കുന്ന മൗലികാവകാശങ്ങൾ ഏതൊക്കെയാണ്? അടിയന്തരാവസ്ഥക്കാലത്ത് എമർജൻസിയുടെ കാലഘട്ടത്തിലും നിലനിൽക്കുന്ന അവകാശങ്ങൾ ആർട്ടിക്കിൾ 13, 14, ആർട്ടിക്കിൾ 20, 21, ആർട്ടിക്കിൾ 13, ആർട്ടിക്കിൾ 14. ലളിതമായ ചോദ്യമല്ലേ? 20ഉം 21. ആർട്ടിക്കിൾ 20ഉം 21. 13ാമത്തെ ചോദ്യം, ഭരണഘടന. അവിടെ ഒരു ഘ മിസ്സിംഗ് ഉണ്ട്, റിയലി സോറി. ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്രയായിരുന്നു? 7 ആയിരുന്നു. മൗലിക അവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം. ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അല്ലെ. 1 മാർക്ക് ബോണസായി കിട്ടി. ഏതാ മൗലിക അവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം? സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചു അല്ലെ. 1885 ബോംബെ സമ്മേളനം, 1937 ഫൈസാപൂർ സമ്മേളനം, 1946 മീററ്റ് സമ്മേളനം, 1931 കറാച്ചി സമ്മേളനം. ഏതാ? ഓപ്ഷൻ ഡി ആ ശരി ഉത്തരം. 1931 കറാച്ചി സമ്മേളനമാണ്. 15ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. 15th ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏതാണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം. നമുക്കറിയാം റൈറ്റ് ടു ഇക്വാലിറ്റി ഉണ്ട്, റൈറ്റ് ടു ഫ്രീഡം ഉണ്ട്, റൈറ്റ് ടു റിലീജിയൻ ഉണ്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ റൈറ്റ്സ് ഉണ്ട്. ഓക്കെ, 19 മുതൽ 22 വരെ വരുന്ന ആർട്ടിക്കിളാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 16ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത്? ഇന്ത്യയുടെ മാഗ്ന കാർട്ട മൗലികാവകാശങ്ങൾ, വോട്ടവകാശം, പൗരബോധം, മനുഷ്യാവകാശം ഏതാ? മൗലികാവകാശങ്ങളാണ്. 17ാമത്തെ ചോദ്യം, ഒരു പൗരന്റെ അവകാശങ്ങൾ എന്നാൽ എന്താണ്? ഇതൊരു വ്യത്യസ്തമായ ചോദ്യമായിരുന്നു.
രാഷ്ട്രം അനുവദിക്കുകയും സമൂഹത്തിന്റെ അംഗീകാരങ്ങൾ ആവശ്യമില്ലാത്തതുമാണ് അവകാശങ്ങൾ എന്ന് ഓപ്ഷൻ എ പറയുന്നു. ഓപ്ഷൻ ബി പ്രകാരം സമൂഹം അംഗീകരിക്കുകയും രാഷ്ട്രം അനുവദിക്കുകയും ചെയ്യുന്നതാണ് അവകാശങ്ങൾ. ഓപ്ഷൻ സി സമൂഹം മാത്രം അംഗീകരിക്കുന്നതാണ് അവകാശങ്ങൾ. ഓപ്ഷൻ ഡി രാഷ്ട്രം മാത്രം അംഗീകരിക്കുന്നതാണ് അവകാശങ്ങൾ. ഇതുമായിട്ട് നിങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് രാഷ്ട്രം മാത്രം അംഗീകരിക്കുന്നത്, അല്ലെ? സമൂഹം മാത്രം അംഗീകരിച്ചിട്ട് കാര്യമില്ല. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരി ഉത്തരം. രാഷ്ട്രം മാത്രം അംഗീകരിക്കുന്നതാണ് അവകാശങ്ങൾ. ഓക്കെ. 18ാമത്തെ ചോദ്യം. Which one of the following right of Indian Constitution guarantees all the fundamental rights to every resident of a country? ഇംഗ്ലീഷിലൊരു ചോദ്യം അല്ലേ? കിടക്കട്ടെ, കാരണം ഡിഗ്രി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരില്ലേ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റൈറ്റ്, താഴെ തന്നിരിക്കുന്ന അവകാശങ്ങൾ ഏത് അവകാശമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടീസ് ഉറപ്പ് നൽകുന്നത്? ഓൾ ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ടു എവറി റെസിഡൻസ് ഓഫ് കൺട്രി, രാജ്യത്തെ ഓരോ പൗരനും എന്താ പറയുക മൗലിക അവകാശങ്ങൾ ഗ്യാരണ്ടി ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അവകാശം താഴെ പറയുന്നുണ്ട്. അതേതാണ്? റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അതായത് ഈ ഭരണഘടനയിൽ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ അതിന് ഒരു ഗ്യാരണ്ടി പറയുന്നത് ഏതാ? ഓപ്ഷൻ ഡി ആണ്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ് ശരി ഉത്തരം. 19ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദങ്ങൾ എവിടെ മുതൽ എവിടെ വരെയാണ്? നിസ്സാരമായ ചോദ്യം അല്ലേ? ഓപ്ഷൻ എ തന്നെയാണ് ശരി. 12 മുതൽ 35 വരെ. 20ാമത്തെ ചോദ്യം. എത്ര വയസ്സുള്ള കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നതാണ് ബാലവേലയാകുന്നത്? 18. എത്ര വയസ്സുള്ള കുട്ടികളെ കൊണ്ട്, അത് എത്ര വയസ്സ് വരെ എന്നാക്കാം നമുക്ക് ചോദ്യം അല്ലെ? ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എത്ര വയസ്സ് വരെയുള്ള കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നതാണ് ബാലവേല? 18, 14, 10, 11. ഏതാ? ലളിതമാണ്, 14 വയസ്സ്. 21ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടന വ്യവസ്ഥ ചെയ്തിരിക്കുന്ന റിട്ടുകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ എ 3, ബി 4, സി 5, ഡി 6. 5 റിട്ടുകളാണുള്ളത്. റിട്ടുകളെ കുറിച്ച് അദ്ദേഹം വരുന്നുണ്ട് കേട്ടോ, പുറകെ വരുന്നുണ്ട്. 22. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം 1957, 93, 83, 2014. 1993 മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം. ഈ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട അധ്യായം സിവിക്സിൽ വേറെ വരുന്നുണ്ട്. ഓക്കെ. വിദ്യാഭ്യാസം മൗലികാവകാശമായി പ്രഖ്യാപിച്ച ഭരണഘടനാ ഭേദഗതി. വിദ്യാഭ്യാസം മൗലിക അവകാശമായി പ്രഖ്യാപിച്ച ഭരണഘടനാ ഭേദഗതി നമുക്കറിയാം. അത് പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. ആദ്യം ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നില്ല, പിന്നീട് ആഡ് ചെയ്യപ്പെട്ടതാണ്. ഓപ്ഷൻ ബി ആ ശരി ഉത്തരം. 86ാമത്തെ ഭേദഗതിയിലൂടെയാണ്. ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട അധ്യായവും പുറകെ വരുന്നുണ്ട്. ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് വളരെ പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികളെല്ലാം നമുക്ക് പഠിക്കാൻ സാധിക്കും. ഓക്കെ. ഈ ഒരു സീരീസിലെ മുഴുവൻ അധ്യായം നിങ്ങൾ കാണുക. നിങ്ങളുടെ സപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. വീഡിയോ കണ്ടിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. പരമാവധി നിങ്ങൾ ചാനലിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ. 24ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടന ഉറപ്പാക്കുന്ന മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തതേത്? സമത്വം, സ്വാതന്ത്ര്യം, സ്വത്തവകാശം, മതസ്വാതന്ത്ര്യം. നേരത്തെ നമ്മൾ ചൂണ്ടിക്കാണിച്ചാണ്, നേരത്തെ നമ്മൾ അല്ലെ കണ്ടുപോയ ചോദ്യമാണ്. സ്വത്തവകാശം എന്തല്ല? മൗലിക അവകാശമല്ല. 25ാമത്തെ ചോദ്യം. മൗലിക അവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് എപ്പോഴാണ്? തിരഞ്ഞെടുപ്പ് കാലത്ത്, അവിശ്വാസ പ്രമേയം പാസ്സാകുമ്പോൾ, തിരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടാത്തപ്പോൾ, അടിയന്തരാവസ്ഥക്കാലത്ത്. ഒരു സംശയവുമില്ല, അടിയന്തരാവസ്ഥക്കാലത്ത്. 26ാമത്തെ ചോദ്യം. മൗലിക അവകാശങ്ങളിൽ ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ ന്യായയുക്തമാണോ അല്ലയോ എന്ന് അന്തിമ തീർപ്പ് കൽപ്പിക്കുന്നത് ആരാണ്? മൗലിക അവകാശങ്ങളിൽ ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ ന്യായയുക്തമാണോ അല്ലയോ എന്ന് അന്തിമ തീർപ്പ് കൽപ്പിക്കുന്നത് ആരാ? പാർലമെന്റ്, രാഷ്ട്രപതി, സുപ്രീം കോടതി, ഹൈക്കോടതി? ആരാ? ഓപ്ഷൻ സി ആണ്, സുപ്രീം കോടതിയാണ്. 27ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടന പ്രകാരം മൗലിക അവകാശങ്ങൾ എത്ര വിഭാഗമുണ്ട്? മൗലിക അവകാശങ്ങൾ എത്ര വിഭാഗമുണ്ട്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം.
6 മൗലിക അവകാശങ്ങളാണുള്ളത്. മൗലിക അവകാശങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താനുള്ള തീരുമാനം ഇന്ത്യ സ്വീകരിച്ചത് ഏത് രാജ്യത്തെ അനുകരിച്ചാണ്? ഫ്രാൻസിന്റെ ഭരണഘടന, ബ്രിട്ടന്റെ ഭരണഘടന, ജർമ്മനിയുടെ, അമേരിക്കയുടെ? ഏതാ ശരി ഉത്തരം? മൗലിക അവകാശം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അമേരിക്കയെ ഓർമ്മ വരും അല്ലെ? അമേരിക്ക. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 30ാമത്തെ ചോദ്യം, റിയലി സോറി, 29ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ എ കോർട്ട് ഇഷ്യൂ ഫോർ എൻഫോഴ്സ്മെന്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോടതിക്ക് ഇഷ്യൂ ചെയ്യാൻ കഴിയുന്നത് എന്താണ്? എ ഡിഗ്രി, റിറ്റ്, ഓർഡിനൻസ്, നോട്ടിഫിക്കേഷൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ എ കോർട്ട് ഇഷ്യൂ ഫോർ എൻഫോഴ്സ്മെന്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് നടപ്പിലാക്കാൻ വേണ്ടി, മൗലിക അവകാശം നടപ്പിലാക്കാൻ വേണ്ടി ഒരു കോടതിക്ക് എന്താ പുറപ്പെടുവിക്കാൻ സാധിക്കുക? റിട്ടാണ്. 5 തരം റിട്ട് ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. 30ാമത്തെ ചോദ്യം, നമ്മുടെ മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ഭാഗം ഏതാ? 1ാമത്തെ ഭാഗം യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി. 2 സിറ്റിസൺഷിപ്പ്. 3 എന്താണ്? 3 ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെ? പിന്നെ DPSP ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ഒക്കെ ആയിട്ടങ്ങ് പോകും. അപ്പൊ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത്, ആദ്യത്തെ ഭാഗം 3ാമത്തെ ഭാഗമാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. 31ാമത്തെ ചോദ്യം, മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് 44ാം ഭേദഗതി മൂലം എടുത്തു മാറ്റിയത് ഏതാണ്? 44ാം ഭേദഗതി. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സമത്വത്തിനുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വത്തവകാശം. സ്വത്തവകാശമാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഒരുപാട് തവണ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം അതല്ല. 32ാമത്തെ ചോദ്യം, ഭരണഘടനയുടെ 19ാം വകുപ്പ് പ്രതിപാദിക്കുന്നത് ഏത് മൗലിക അവകാശങ്ങളെ കുറിച്ചാണ്? 19. മതസ്വാതന്ത്ര്യം, സമത്വം, ചൂഷണത്തിനെതിരെ, സ്വാതന്ത്ര്യത്തെക്കുറിച്ച്. ഫ്രീഡം ഓഫ് സ്പീച്ചിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? പ്രൊട്ടക്ഷൻ ഓഫ് സർട്ടൻ റൈറ്റ്സ് റിഗാർഡിംഗ് ഫ്രീഡം ഓഫ് സ്പീച്ച്. പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് റിഗാർഡിംഗ് ഫ്രീഡം ഓഫ് സ്പീച്ച്. ഓപ്ഷൻ ഡി. ഈ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമാണത്. 33. ഇന്ത്യൻ ഭരണഘടനയിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന വകുപ്പ് ഏതാണ്? അവസര സമത്വം, ഇക്വാലിറ്റി. 15, 16, 20, 18 ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, 16. 34ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾ കണ്ടെയ്ൻ ദ റൈറ്റ് ടു റിലീജിയസ് ഫ്രീഡം? മതസ്വാതന്ത്ര്യത്തെ കുറിച്ച് സൂചിപ്പിക്കുന്ന ആർട്ടിക്കിളുകൾ ഏതാണ്? 25, 28, 29, 30, 32, 35, 23, 24. ഏതാണ്? റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ 25 മുതൽ 28 വരെയാണ്. 35ാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധി കി ജയ് എന്ന വിളികളോടെ അംഗീകരിക്കപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയിലെ ഏക വകുപ്പാണ് ഡാഷ്. ഓപ്ഷൻ എ ബഹുമതികൾ നിർത്തലാക്കൽ, 18ാം വകുപ്പ്. അവസര സമത്വം, 16ാം വകുപ്പ്. വിവേചനത്തിനുള്ള സംരക്ഷണം, അയിത്ത നിർമ്മാർജ്ജനമായ 17ാം വകുപ്പ്. തീർച്ചയായിട്ടും ഓപ്ഷൻ ഡി ആണ്. അയിത്ത നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട 17ാം വകുപ്പാണ് മഹാത്മാഗാന്ധി കി ജയ് എന്ന വിളികളോടെ അംഗീകരിക്കപ്പെട്ടത്. 36. ഭരണഘടനയുടെ 19ാം അനുച്ഛേദം പൗരാവകാശത്തെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു? ഭരണഘടനയുടെ 19ാമത് പ്രൊട്ടക്ഷൻ ഓഫ് സർട്ടൻ റൈറ്റ്സ് റിഗാർഡിംഗ് ഫ്രീഡം ഓഫ് സ്പീച്ച്. നമുക്കറിയാം ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യമാണ്, മനുഷ്യന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഈ സ്വാതന്ത്ര്യം, എത്ര സ്വാതന്ത്ര്യമുണ്ട്? എത്ര മൗലിക സ്വാതന്ത്ര്യമുണ്ട്? മൗലിക അവകാശങ്ങളിൽ എത്ര മൗലിക സ്വാതന്ത്ര്യമുണ്ട്? 6 മൗലിക സ്വാതന്ത്ര്യമുണ്ട്. 37. ചൂഷണത്തിനെതിരെ ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന വകുപ്പുകൾ ഏതെല്ലാം? എക്സ്പ്ലോയിറ്റേഷനുമായി ബന്ധപ്പെട്ട. കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ചോദ്യമാണ്. ഉത്തരം വായിക്കും. 22, 23 ആണോ? 23, 24 ആണോ? 25, 24, 25 ആണോ? 29 ചൂഷണത്തിനെതിരെ തന്നെയല്ലേ? എങ്കിലും ഇവിടെ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. വകുപ്പ് 23ഉം 24. 23 നമുക്കറിയാം എന്താണ്? പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീങ്സ് ആൻഡ് ഫോഴ്സ്ഡ് ലേബർ. ഫോഴ്സ്ഡ് ലേബർ ആണ് 23. ഹ്യൂമൻ ട്രാഫിക്കിങ്, അതുപോലെ ഫോഴ്സ്ഡ് ലേബർ, നിർബന്ധിതമായിട്ടുള്ള തൊഴിൽ ചെയ്യിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് 23. അതേപോലെ തന്നെ 24 ബാലവേലയുമായി ബന്ധപ്പെട്ടത്. ഇത് രണ്ടും ചൂഷണവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ചൂഷണത്തിനെതിരെ ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന വകുപ്പുകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 23, 24.
38ാമത്തെ ചോദ്യം. സ്ഥാനമാനങ്ങളുടെയും മറ്റും അടിസ്ഥാനത്തിൽ വ്യക്തികളെ തരംതിരിക്കാതെ എല്ലാ പൗരന്മാർക്കും നിയമത്തിന്റെ മുന്നിൽ തുല്യ പരിഗണന നൽകുക എന്നത് ഡാഷാണ്. പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. സ്ഥാനമാനങ്ങളുടെയും മറ്റും അടിസ്ഥാനത്തിൽ വ്യക്തികളെ തരംതിരിക്കാതെ എല്ലാ പൗരന്മാർക്കും നിയമത്തിന്റെ മുന്നിൽ തുല്യ പരിഗണന നൽകുക എന്നതാണ് സദാചാരം, നീതി പരിഗണനം, നിയമവാഴ്ച, സമത്വം. ഏതാ? നിയമവാഴ്ചയാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 39ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ബി ആർ അംബേദ്കർ termed Article 32 of Indian Constitution as the heart and soul of the Indian Constitution. ഭരണഘടനയുടെ 32ാമത്തെ ആർട്ടിക്കിളിനെ ബി ആർ അംബേദ്കർ വിളിച്ചത് ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. അതെന്തിനാണ് അദ്ദേഹം അങ്ങനെ വിളിച്ചത്? ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഫണ്ടമെന്റൽ റൈറ്റ് ഇറ്റ് കണ്ടെയ്ൻസ്. അപ്പൊ താഴെ തന്നിരിക്കുന്നതിൽ ഏത് റൈറ്റ് ആണ് അതിനകത്ത് ഉൾക്കൊള്ളുന്നത്? ഏതാണ് ശരി ഉത്തരം? 39ാമത്തെ ചോദ്യമാണ്. ആൻസർ പറഞ്ഞോളൂ. എളുപ്പമുള്ള ചോദ്യം തന്നെയാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ്. ഈ പറഞ്ഞ നമ്മുടെ അവകാശങ്ങളെല്ലാം നടപ്പിലാക്കപ്പെടണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അവകാശമാണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അതിനുള്ള പരിഹാരത്തിന് വേണ്ടിയുള്ള അവകാശമാണ്. 40. ഇന്ത്യയിലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏതാ? മനുഷ്യാവകാശ സംരക്ഷണ നിയമം. ഓക്കെ, നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുകയാണ്. 1993. 40 ചോദ്യത്തിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി? സത്യസന്ധമായിട്ട് താഴെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തു. ഈ സീരീസ് വളരെ വേഗത്തിലാക്കേണ്ടതുണ്ട്. അതിന് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. ഒരു നിശ്ചിതമായ സ്റ്റുഡൻസ് ഇത് കണ്ടില്ലെങ്കിലാണ് നമുക്കിത് അടുത്തത് വളരെ പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു തടസ്സം ഉണ്ടാകുന്നത്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. എല്ലാവർക്കും വിജയാശംസ നേർന്നുകൊണ്ട് നമസ്കാരം.